അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഫൈനലി ഒരു തൊപ്പി കേങ്ങ് വാങ്ങിച്ചു. ഇനി ആരും പരാതി പറയില്ലല്ലോ അല്ലേ? അയ്യോ, ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഈ തമിഴ്നാട്ടിലെ വെയിലെന്ന് പറഞ്ഞാൽ വെന്ത് കരിഞ്ഞു പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദിണ്ടിഗൽ ജില്ലയിൽ തങ്കച്ചിയമ്മൻപട്ടി എന്ന ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ ഗ്രാമീണരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ദിണ്ടിഗൽ ജില്ലയിൽ തന്നെയുള്ള ചത്രപ്പട്ടി എന്ന ഗ്രാമത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കടന്നു പോകുന്നത് NH83 ആണ്. അപ്പം ഈ ഹൈവേയോട് ചേർന്നാണ് ഈ ഗ്രാമം വരുന്നത്. ഈ ചത്രപ്പട്ടി മാത്രമല്ല, ഒരുപാട് ഗ്രാമങ്ങൾ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരുപാട് ഗ്രാമങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ NH83 കോയമ്പത്തൂരിൽ നിന്ന് നാഗപട്ടണം വരെ പോകുന്ന ഹൈവേ ആണ്. നമ്മൾ പഴനിയിൽ നിന്നാണ് വന്നത്. പഴനിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്ററാണ് ചത്രപ്പട്ടി വരെയുള്ള ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ കണ്ട് ഈ കാണുന്ന കെട്ടിടം നല്ല രസമല്ലേ കാണാൻ. ഇത് പഴയൊരു പോലീസ് സ്റ്റേഷനായിരുന്നു ഇവിടുത്തെ, ചത്രപ്പട്ടിയിലെ പഴയ പോലീസ് സ്റ്റേഷൻ. പുതിയ പോലീസ് സ്റ്റേഷൻ അവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പുതിയ പോലീസ് സ്റ്റേഷനേക്കാളും കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു പഴയ കെട്ടിടം ആയതുകൊണ്ട് തന്നെ പഴയൊരു നിർമ്മിതി എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു യൂണീക്കായിട്ട് ഫീൽ ചെയ്യുമല്ലോ. M1 ചത്രപ്പട്ടി പോലീസ് സ്റ്റേഷൻ, ചത്രപ്പട്ടി പളനി സബ് ഡിവിഷൻ. അപ്പോൾ ഇതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ. പഴയത് തന്നെയല്ലേ കാണാൻ ഭംഗി. ഇവിടെ ഒരുപാട് കടകളും വഴിയോര കച്ചവടങ്ങളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പാണ്. ദിണ്ടിഗൽ ജില്ലയിലാണ് വരുന്നത്. നമ്മൾ ഈ ഹൈവേയിൽ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഓരോ ഗ്രാമങ്ങളും വരുന്നത് കേട്ടോ. അവിടെ ചെറിയൊരു കോവിൽ കാണാം. പിന്നെ ഇവിടെ ഒരുപാട് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ളവരൊക്കെ താമസിക്കുന്നത് ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഇരു സൈഡിലുമായിട്ടാണ്. ഉള്ളിലേക്ക് കുറച്ച് മാറിയിട്ടാണ്. ഇതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള ആളുകളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന കണ്ടില്ല തണലത്ത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോവിലാണേ. ഇതെന്നാ കോവിൽ? ഇത് കാളിയമ്മൻ കോവിൽ. കാളിയമ്മൻ കോവിൽ നല്ല ഭംഗിയുണ്ട് ആ കോവിൽ കാണാനായിട്ട്. തമിഴ്നാടിൻ്റെ ഒരു തനതായ ശൈലിയിൽ വിവിധ വർണ്ണങ്ങളൊക്കെ പൂശിയേക്കുന്ന ഒരു കോവിലാണ് കേട്ടോ. അതിൻ്റെ പിന്നിലായിട്ട് വലിയ മലകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ മല പേര്? കരുമലൈ. കരുമലൈ എന്ന് പറഞ്ഞ കേട്ടോ, വലിയ മലകൾ. അപ്പോൾ ആ മലയുടെ അടിവാരത്തിലാണ് ഈ ഗ്രാമം. നല്ല കാറ്റ്, നല്ല ആശ്വാസമുണ്ടേ ആ വെയിലത്ത് നിന്ന് കയറി. ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് ചാടണുണ്ടോ. അപ്പോൾ കാളിയമ്മൻ കോവിലിനോട് ചേർന്ന് ഇവിടെ ചെറിയൊരു കോവിലുണ്ട്, അത് ഗണപതി കോവിലാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം കേട്ടോ. വേണ്ട, മസാല വേണ്ട. ഈ ചൂടത്ത് ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഗണപതി കോവിലിൻ്റെ മുന്നിലായിട്ട് ഇവിടെ അണ്ണൻ ഇസ്തിരി ഇടുന്നുണ്ടോ. നമ്മുടെ പണ്ടത്തെ ചിരട്ടക്കരി തേപ്പൊട്ടി. നല്ല ചൂടാണ്, ഇവിടെ നിൽക്കത്തില്ല. ഒന്നാമത് ചൂട്, അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ നിന്ന് നല്ല ചൂടാണ് പുറത്തേക്ക് വരുന്നത്. അമ്പലത്തിൻ്റെ വാതിലൊക്കെ 1-2 പേരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് അടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകൾ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നോക്കി ഒരു പാട്ടി ഇരുന്നിട്ട് ചൂലുണ്ടാക്കുന്നുണ്ടോ. ഇതിവിടെ പുറയിൽ ആ മലയില്ലേ, ആ മലയിൽ നിന്ന് ഇവർ കൊണ്ടിരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ കിട്ടും വേണ്ടില്ലേ. നമ്മുടെ നാട്ടിലെ ചിറ്റീന്തെന്ന് പറഞ്ഞു, ചിറ്റീന്ത് മലമ്പ്രദേശമൊക്കെ നിൽക്കുന്നത്. കേരളാവിൽ എന്താ സൂല് കിടക്കും. അപ്പം അതിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ഇത് കടയിൽ കൊണ്ട് വിൽക്കുക. അത് എന്നാ വില? 100 രൂപ. ഈ പനയുടെ നാരാണ്. ഈ പനയുടെ നാര് വെച്ചിട്ടാണ് ഇത് കെട്ടുന്നത് കേട്ടോ. കണ്ടോ, പനയുടെ നാര് വെച്ചാണ് കെട്ടിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇത് വലിയ ചൂലാണ്. അതിൻ്റെ താഴത്തെ ഒരു വിട്ട് കണ്ടില്ലേ. എങ്കിൽ ആൾ വരുവാ ഇതെടുക്കാൻ. കരിമ്പനയുടെ ഓല കൈയില്ലേ, അതാണേ. അതിങ്ങനെ വെള്ളത്തിൽ ഒന്ന് നനച്ചെടുത്തേക്കുവാണ്, ഒന്ന് വഴങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പാവം പാട്ട് ചെയ്ത് കെട്ടി വെച്ച് അഴിച്ചിട്ട് വീണ്ടും കെട്ടി കാണിച്ചു തരുവാണ്. അങ്ങനെ ഒരു നാരെടുത്തു. കണ്ടോ. ഓക്കെ. ഇനി അത് ചുറ്റിയെടുക്കും. നല്ല സ്ട്രോങ് ആയിട്ടാണ്, നല്ല ബലമാണ് കേട്ടോ. അങ്ങനെ ഇത് ഊരി പോകുന്നില്ല, അത്ര സ്ട്രോങ് ആയിട്ടാണ് കെട്ടുന്നത്. കണ്ടോ, അത് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ച് ലോക്ക് ചെയ്ത് വയ്ക്കും.
ഓ, ഓക്കെ, അങ്ങനെയാണ് ഇത് കെട്ടിയെടുക്കുന്നത്. തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർ മിക്കവാറും കാണുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ വലിയ റോഡൊക്കെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഹൈവേ ഒക്കെ പോകുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വാളംപുളികൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത്, തണലൊക്കെ വിരിച്ച് അല്ലേ. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് നിറയെ വാളംപുളികൾ ഇങ്ങനെ കായ്ച്ചു കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് തണലിന് വേണ്ടിയിട്ട് മാത്രം വെച്ച് പിടിപ്പിച്ചേക്കുന്നതാവും. ശരിക്കും അത് ഗവൺമെൻറ് തന്നെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അതിലെ പുളിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് ടൈമിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഈ വാളംപുളി പ്രധാനമായിട്ടും കയറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വാളംപുളിയുടെ പല പ്രോഡക്റ്റുകൾ വാളംപുളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ എന്താ പറയുക, കൂടുതലും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കടകളിൽ നമ്മൾ വാങ്ങിക്കുന്നില്ലേ, അതൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കയറി വരുന്നത്. പിന്നെ പുളിമുട്ടായി അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കുടിൽ വ്യവസായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന കാഴ്ച. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഇരുന്നിട്ട് വാളംപുളി പറിച്ചുകൊണ്ട് വന്ന് കണ്ടില്ല, അത് ക്ലീൻ ചെയ്യുവാണേ. ഈ ചാക്കുകെട്ടുകൾ നിറയെ വാളംപുളിയാണ് കേട്ടോ. ഇതിപ്പം ഇവിടെ നിന്നല്ല, ഈ ലൊക്കാലിറ്റിയിൽ നിന്നല്ല, ഒരുപാട് ദൂരെ നിന്ന് ഇവർ പറിച്ചുകൊണ്ടിരുന്നതാണ്. അതങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് കണ്ടില്ലേ, അതിൻ്റെ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പഴുത്ത പുളിയാണ്. തൊണ്ട് കളഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന പുളിമരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നേക്കുന്നതല്ല കേട്ടോ. ഇതിനൊരു തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ, കൃഷി ചെയ്തേക്കുന്ന സ്ഥലമുണ്ട്. അത് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്. അവിടുന്ന് പറിച്ച് ഈ ചാക്കുകെട്ടുകളിലാക്കി ഇവിടെ അടുക്കി വെച്ചേക്കുവാണ്. ഇതാണ് ഈ ജോലി ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഈ ഒരു 2 മാസങ്ങൾ, ഈ മാർച്ച് ഏപ്രിലുമാണ് ഇതിൻ്റെ ഒരു മെയിൻ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഇവിടെ ഉള്ളവരല്ല, ദിണ്ടുഗലിലാണ് ഇവരുടെ വീട്. ഇവിടെ വന്ന് ഈ ജോലി ചെയ്യാനായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇവർ കച്ചവടം ചെയ്യട്ടെ, ഇവിടെ ആളെ എടുക്കാനായിട്ട് വരും. ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ പുളിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഉണക്കി വെയിലത്ത് വെച്ച് ഇത് ഉണക്കി ആണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ജസ്റ്റ് വെയിലത്ത് നിരത്തി വയ്ക്കുന്നത് കണ്ടോ. ഇത് പെട്ടെന്ന് ഇത് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണേ. ഉള്ള കായ എടുക്കാ. ഇത് കായ ഉണ്ടാകത്ത്, കായ എടുത്തിട്ടില്ല കേട്ടോ. ഇവർ കായ എടുക്കും. ഇത് അല്ല ഇങ്ങനെ ഇന്ത ഇപ്പടി ഇത് സെയിൽ പണത് അടിക്കും. ഇത് അടിച്ച് പരത്തി എടുക്കും. ചുറ്റിയൊക്കെ വെച്ച് അടിച്ച് പരത്തും ഇത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇവരിത് ചതച്ച് വെച്ചേക്കുന്നേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം കായൊന്നുമില്ല കേട്ടോ, കായൊക്കെ വേർപെട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കയറി വരില്ലേ ഇങ്ങനെ ചതച്ച പുളിയൊക്കെ. ഇതിൻ്റെ വില വന്ന് സെയിമാ? കിലോ എവ്വളോ? 250. ഇതാ 250. ഇത് 100 രൂപയ്ക്ക്. അത് ഇത് ഈ കായുള്ളത് 100 രൂപയ്ക്ക് കൊടുക്കണം. നമുക്കൊരു ത്രാസൊക്കെ കാണാം കേട്ടോ, അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം അവർക്ക് തൂക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തോട്ടമൊക്കെ ഒരുപാട് ദൂരമുണ്ട്. ഇവർ ഈ കോൺട്രാക്ട് ബേസിൽ എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടിരുന്നതാണ് ഇവിടേക്ക്. പറഞ്ഞില്ലേ, ഇതിപ്പം എല്ലാ സീസണിലും ഇല്ല, ഈ ഉള്ളപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ജോലി ഇവർക്കുള്ളൂ കേട്ടോ. എന്തായാലും ഇവരിവിടെയാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വില ഇറക്കാം, ഇതിൻ്റെ സീസൺ മുടിയുമ്പം വേറെ വില ഇറക്കാം. വേറെ എന്നാ വില? ப்ரெஷர் பொடி சிறு குறிஞ்சா தலை காய வச்சு பவுட்ரு பண்ணி பாலில் கலந்து மார்னிங் குடிக்கணும், நல்லாயிருக்கும். അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ സീസണുള്ള സമയത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞാട്ടെ, സിർ കുറിഞ്ച എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അത് കുറച്ച് ദൂരെയാണ്, ഇങ്ങനെ കാട്ടിൽ വളരുന്നതാണേ. അത് ഇവർ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങി അത് പൊടിക്കും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളവർ അത് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ പാലിലൊക്കെ ചേർത്ത് കുടിക്കും. സിർ കുറിഞ്ചാൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഇമേജൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ പുളിയുടെ ജോലി ഇവിടെ ഈ സീസണിൽ ആരംഭിച്ചിട്ട് ഒരു 10 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 മാസത്തെ ജോലിയാണ് ഇവർക്കിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആ പൊടി ഉണ്ടാക്കുന്ന പണിയാണ് ചെയ്യുന്നത്. അതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് വളരെ ലളിതമായിട്ട് ജീവിക്കുന്നവരാണ്. ഇതിവിടെ വലിയൊരു കോഴിക്കോട് കാണാവേ. അതിൽ 1-2 കോഴികളും ഉണ്ട്. ബാക്കി എല്ലാവരും എന്തേ പറമ്പിക്കൂടെ തീറ്റയൊക്കെ തിന്നാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവരുടെ അല്ല, ഇതിന് വേറെ ഓണറുണ്ട് കേട്ടോ. അപ്പം ഇവരുടെ സ്വന്തം സ്ഥലമല്ല, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വന്ന് ഈ വേല എടുക്കാൻ വേണ്ടിയിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഇവർ താമസിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഓണർ ഇവർക്ക് താമസിക്കാനായിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. തെങ്ങുംതോപ്പാണ്, തെങ്ങുംതോപ്പിലാണ് ഇവരല്ലേ. ഒരു വലിയൊരു മുറി, സേഫായിട്ടുള്ള വാതിലൊന്നുമില്ല. എത്ര ആളിർക്ക്? 6 പേർക്ക്. പുറത്താണ് പാചകമൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ വിറകടുപ്പിൽ. തൊണ്ട് കളഞ്ഞ പുളി കണ്ടില്ലേ,
ഈ വെയിലത്ത് ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു കടയിൽ പുളിങ്കുരു വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ ഈ ചാക്ക് നിറയിരിക്കുന്ന നോക്കി. ഇതിൻ്റെ യൂസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാനിവിടെ ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു വെച്ചാൽ ഇത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. ഇത് ഈ പശ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. 25 രൂപയാണ് 1 കിലോയുടെ റേറ്റ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് റോസ്റ്റ് ചെയ്ത് പൗഡറാക്കി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഷുഗർ കൺട്രോൾ ചെയ്യാനും പിന്നെ ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ ദഹനമൊക്കെ നന്നാക്കാൻ ബെറ്റർ ആണെന്ന് അറിയാൻ സാധിച്ചു. എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് യൂസൊക്കെ. അപ്പോൾ ഞാനിത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഇതുകൊണ്ട് പശ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പുള്ളിയും കറക്റ്റ് അറിയില്ല. ഇവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഞാൻ ഓർത്ത് ഈ പുളിമുട്ടായി ആയിരിക്കും ഈ പരത്തി വെച്ചേക്കുന്നത്. ഇത് ഇളന്തപ്പളം ഇങ്ങനെ നല്ല മധുരം ഉണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 5 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില. അതിങ്ങനെ പരത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ടൗണിക്കൂടെ കടന്ന് സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും ഉൾവഴികളിലൂടെ സഞ്ചരിക്കാം. അതല്ലേ വേണ്ടത്. നല്ല കാഴ്ചകളൊക്കെ നമുക്ക് അപ്പോഴാണ് ലഭിക്കുന്നത്. ഇത് ഇവിടെ നോക്കേ, ഈ വേലിക്കകത്ത് ചെറുനാരകം നട്ടുപിടിപ്പിച്ചേക്കുന്നുണ്ടല്ലേ, നിറച്ചത് കേട്ടോ. അത് നല്ല രീതിയിൽ കായ്ച്ചിട്ടുമുണ്ട്. അതിങ്ങനെ പഴുത്തിട്ടില്ല, പച്ചയാണ്. ഫ്രഷ് ലൈമൊക്കെ അടിക്കുന്ന ആ ഒരു പാകത്തിലാണുള്ളത്. കണ്ടോ, നിറയെ ചെറുനാരകമാണ്. പിന്നെ മാവും ഉണ്ടേ. മാവും തോട്ടം ചെറുനാരകത്തോട്ടം കൂടെ രണ്ടും കൂടെ ചേർന്നാണ്. അതുപോലെ നേരെ മുന്നിലായിട്ട് വലിയ മലകളൊക്കെ നമുക്ക് കാണാം. ആ മാവ് കുറച്ച് ഭാഗത്തേ ഉള്ളേ, ബാക്കി മൊത്തം ഈ ചെറുനാരകം തന്നെയാണ്. നോക്കി ഇതൊക്കെ നിറച്ച് കായ്ച്ച് കിടക്കുന്ന നോക്കി. താഴെ വീണ് കിടക്കുന്നുണ്ട് കുറേ. പക്ഷേ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുവാണേ. അല്ലെങ്കിൽ ആൾക്കാർ കയറി എടുത്തുകൊണ്ട് പോവില്ലേ. ദൂരം നോക്കി അതിൻ്റെ ചോട്ടിക്കൂടെ കിടക്കുന്നത് പഴുത്ത് നല്ല വലിപ്പം വയ്ക്കുന്ന ടൈപ്പാണ്. കൃഷിയിടത്തിൽ നിന്ന് ചോളം വിളവെടുത്തിട്ട് ചോളത്തിൻ്റെ തണ്ട് കയറ്റിക്കൊണ്ട് പോകണമുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടില്ലായിരുന്നോ, പശുവിനെ തീറ്റിക്കാൻ. ഇവരൊക്കെ രാവിലെ തന്നെ ഓരോ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഇതൊക്കെ ഈ ചോളം വിളവെടുത്ത് കഴിഞ്ഞ് പാടശേഖരങ്ങളാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ മുരിങ്ങയാണ് വിളയുന്നത്. പിന്നെ തെങ്ങും തോട്ടങ്ങൾ. വെങ്കായമാണ്. വെങ്കായം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തങ്കച്ചിയമ്മൻ പട്ടിയിൽ നമ്മൾ ചുവന്നുള്ളിയുടെ വലിയ തോട്ടങ്ങൾ കണ്ടു, അത് പറിച്ച് വെച്ചേക്കുന്നത് കണ്ടു. ഇത് ഇവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണേ. വിളവെടുക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ ഇതാണ് കണ്ടോ, വിളവെടുത്തിട്ട് അവർ അതിൽ നിന്ന് ഇല കണ്ടില്ല, അത് മാറ്റുന്നത് കണ്ടോ, കത്തിക്ക് ഇങ്ങനെ അരിഞ്ഞ് എന്നിട്ടിങ്ങനെ ചാക്കുകളിലും ബക്കറ്റിലൊക്കെ ആയിട്ട് എടുത്തു വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതതിൻ്റെ വേസ്റ്റ് എടുത്തിട്ടേക്കണതാണേ. ഒരു നിറച്ച ഇതായിരുന്നു കേട്ടോ. അതിപ്പം മൊത്തം വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മുരിങ്ങ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വിളവെടുക്കുന്നത്. കണ്ടില്ലേ, വലിയ ചുവന്നുള്ളി. അതിൻ്റെ ഇല മൊത്തം ഉണങ്ങി പോയിട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. 70 ദിവസം നട്ടിട്ട് 70ാമത്തെ ദിവസമാണ് വിളവെടുക്കുന്നത്. കണ്ടില്ലേ, ഈ തോട്ടത്തിൽ നിറയെ പേരാ ജോലി ചെയ്യുന്നുണ്ടേ. ഇത് കണ്ടില്ലേ, ഇത് പറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതുണ്ടല്ലേ, ഇതൊക്കെ പറിച്ച് കൂട്ടി വെച്ചേക്കുന്നതാണ്. ഇത് നന്നായിട്ട് അതിൻ്റെ മണ്ണും ചെളിയെല്ലാം കളഞ്ഞെടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യും. അതിനുശേഷം ഇത് കുറച്ചൊന്ന് ഉണങ്ങാൻ വയ്ക്കട്ടെ. ഇപ്പോൾ ആ ഒരു പച്ചപ്പ് ചെറുതായിട്ടുണ്ട്. അതിന് ശേഷമാണിത് ക്ലീൻ ചെയ്ത് ചാക്കുകളിലാക്കി ചന്തകളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചാക്കുകെട്ടുകളിലൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് കണ്ടതല്ലേ. ഇനി മുരിങ്ങയാണേ ഇവിടെ നിന്ന് വിളവെടുക്കാനുള്ളത്. അതൊന്നും ആ കായ്ച്ചു തുടങ്ങിയിട്ടില്ല, കുറച്ചുകൂടെ ഹൈറ്റ് വയ്ക്കും. അതിന് ശേഷമാണ് ഇതിൽ ഉണ്ടായി തുടക്കുന്നത്. ഇതെല്ലാം മുരിങ്ങയാണ് കേട്ടോ. ഉണ്ടോ, എത്ര പേരാന്ന് നോക്കി ജോലി ചെയ്യുന്നത്. സൗഖ്യമാ? സാപ്പിട്ടാച്ചേ. എന്താ ഒരു പച്ചപ്പുണ്ട്, കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടേ. ഇവർ ഈ പൊരി വെയിലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ ജോലി എടുക്കുന്നത് കേട്ടോ. 60 നാള്. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എണ്ണം പറഞ്ഞ 70 ദിവസം നട്ടോ. എണ്ണം പറഞ്ഞ 60 ദിവസം കൊണ്ട് വിളവെടുക്കുന്നുണ്ട്. 60-70 അല്ലേ? ഇത് ഇപ്പോഴും ചന്തയിൽ കൊണ്ടുപോകുമാ? ഇത് ഡ്രൈ ഇത് വെയിലത്ത് അങ്ങനെ എത്ര നാൾ വെക്കും ഇത്?
പട്ടറ പോച്ച്? பட்டரை வச்சு 3 மாசம் 3 മാസം. അതായത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടില്ലേ ഉള്ളിപ്പുരകൾ? அங்கே கிடக்கு பார்த்தீங்களா? அங்கே இருக்கா? இதில் போனீங்கன்னா அந்த லாஸ்ட் தென்னை மரத்தில் உள்ளே பாதையில நிறைய போட்டுருக்கு. ശരി. இந்த காட்டு பூரா இங்கே கிடக்கு. ഓക്കെ. അതായത് ഈ ഉള്ളി സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉള്ളിപ്പുരകൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ്, ഞാൻ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വീഡിയോയിൽ? ഉള്ളിപ്പുര നിർമ്മിച്ചിട്ട് അതിലാണ് ഈ ഉള്ളി സൂക്ഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ തൊട്ടടുത്ത മുമ്പത്തെ വീഡിയോ ആണ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അത് അങ്ങനത്തെ ഉള്ളിപ്പുരകൾ ഇവിടെ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കുറച്ച് ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ഇതിന് കുറച്ച് കളർ വയ്ക്കും, പിന്നെ ഈ പച്ചപ്പ് മാറുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ തൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നനവുണ്ട്, അപ്പോൾ അത് മാറണം, അല്ലെങ്കിൽ ചീഞ്ഞു പോകും ഉള്ളി. ഉള്ളിപ്പൂ കണ്ടില്ലേ നമ്മൾ കറി വയ്ക്കാനൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നത്? അതിൻ്റെ തണ്ടാണേ കണ്ടത്, ഇങ്ങനെയാണ് വരുന്ന സംഭവം കണ്ടില്ലേ? അതിൻ്റെ അറ്റത്താണ് ഈ പൂ വരുന്നത്. പട്ടറ കൂട്ടി വയ്ക്കുക എന്ന് അവർ പറയുന്നത് കേട്ടോ, ഉള്ളിപ്പുരയ്ക്കകത്ത് ഉള്ളി സൂക്ഷിച്ച് വെക്കുന്നതിന്. ട്രാക്ടർ ഓടിക്കണമെന്ന് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, പക്ഷേ ഓടിക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊന്ന് കയറിയിരിക്കാമല്ലോ കോക്പിറ്റിൽ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സംഭവം 4 ഗിയറാണുള്ളത്. ഇതല്ലേ 1, 2, 3 എന്നല്ല, സെയിം ഓർഡറിൽ, ന്യൂട്രൽ, പിന്നെ റിവേഴ്സ് താഴെ. ഇത് 4 വീൽ ഡ്രൈവിൻ്റെ സിസ്റ്റമാണ് കേട്ടോ. ന്യൂ ഹോളണ്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണേ. അപ്പം കൊള്ളാമല്ലേ സംഭവം. ഇതിൻ്റെ കോക്പിറ്റിലിരുന്നിട്ട് അടിപൊളി, ഒരു വേറൊരു ഫീൽ തന്നെയാണ്. വലത് സൈഡിലാണ് എൻ്റെ ഗിയർ. സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞാലേ പഴം പോലെ കണ്ടോ, വീല് തിരിക്കണുണ്ടോ? പവർ സ്റ്റിയറിംഗ് ആണ്. എന്തായാലും ഓടിക്കുന്നൊന്നുമില്ല കേട്ടോ, ഓടിക്കുന്നില്ല, ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരുന്നതാണ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. ശരി ഓക്കെ, മതി, ഓഫ് ചെയ്തേക്കാം. വെറുതെ ഡീസൽ കത്തിക്കുന്നില്ല. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓരോ ആഗ്രഹങ്ങളെ. ന്യൂ ഹോളണ്ട്, ഞാൻ ആദ്യം മഹേന്ദ്രയാണെന്നാണ് വിചാരിച്ചത്. ട്രാക്ടറെങ്ങാനും ഞാൻ ഗിയറിലിട്ട് എടുത്തായിരുന്നെങ്കിൽ അതേ മേളിക്കണ ചേട്ടൻ താഴെ പോയത്. ചുമ്മാ ഒരു രസം കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി വെങ്കായം പട്ടറ പൊട്ടി വെച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഈ വീഡിയോയിൽ അത് കാണിച്ചില്ലെന്ന് ആരും പരാതി പറയണ്ട, അത് ഇവിടെയാണ്. അപ്പം റിപ്പീറ്റായിട്ട് തോന്നുമെങ്കിൽ ക്ഷമിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചാണത്. ആ ചുവന്നുള്ളി കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടേക്കണം കേട്ടോ, ഡ്രൈ ആവാനായിട്ട്. കണ്ടില്ലേ എന്തോരം നോക്കി, അവിടുന്ന് പറിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. കണ്ടോ, ഇത് വലിയൊരു തെങ്ങും തോപ്പാണ്, അതിൻ്റെ നടുവിലാണ്. ഇവിടെ ആ ഉള്ളിപ്പുര ഇല്ല കേട്ടോ, ഇവിടെ ഉണ്ടെന്ന് എണ്ണം പറഞ്ഞത്, കൂട്ടി വെച്ചേക്കുന്നത് ഇതായിരിക്കും ഉള്ളി ഉദ്ദേശിച്ച്. അപ്പോൾ എന്തായാലും ഉള്ളിപ്പുര കാണണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ തന്നെ കാണണം. അതില്ല കേട്ടോ, ഇവിടെ ഇത് നിരത്തി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളിപ്പുര ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും ഉള്ളിപ്പുരയുടെ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തേക്കാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തത്. അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് കണ്ടില്ലേ, ഇതിലൊരു മജന്ത കളറിലൊരു പൂവൊക്കെ ഉണ്ട്, അതുപോലെ ഇതിലൊരു കായുണ്ട്, പിന്നെ വള്ളിപ്പയർ പോലെ. ഞാൻ അകലേന്ന് കണ്ടപ്പോൾ മുരിങ്ങയൊക്കെയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് കണ്ടില്ല, ഇതെന്താണ് സംഭവം എന്ന് ഒരു പിടുത്തം ഇല്ലല്ലോ. അപ്പോൾ കഴിക്കണ എന്തോ പച്ചക്കറി ഇനത്തിൽ പെട്ടതായിരിക്കും. ഇതിങ്ങനെ ഒരു ചെറിയൊരു മരം പോലെ, ഒരു ചെടി പോലെ വളർന്നു നിൽക്കുവാണേ. അത് അധികം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, 1-2 ചെടികളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചു ഗൂഗിൾ ലെൻസിൽ നോക്കിയിട്ട്. ഇതിൻ്റെ പേര് സെസ്ബാനിയ ഗ്രാൻഡിഫ്ലോറ, അഗതി അല്ലെങ്കിൽ അഗസ്ത്യ എന്നൊക്കെ പറയുന്നത്. ഇത് അതിവേഗം വളരുന്നൊരു വൃക്ഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പോഷക സമൃദ്ധമായൊരു വൃക്ഷമാണ്. അതുപോലെ പാചകത്തിനും, പ്രത്യേകിച്ച് ഇത് ഇന്ത്യയിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ, പൂക്കൾ, കായ്കൾ എന്നിവയൊക്കെ പ്രോട്ടീൻ, വിറ്റാമിൻ എ, സി, കാൽസ്യം, ഇരുമ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അടങ്ങിയതാണ്. വയറിളക്കം, പനി, ശ്വസന രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് ചികിത്സിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഉള്ളിക്കഥകൾ വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് അത് തന്നെയായിരുന്നല്ലോ. അപ്പം ഇളന്തപ്പഴം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഈ പാക്കറ്റിൻ്റെ അകത്തെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് എടുക്കണമെങ്കിലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കണ്ടില്ല, മൊത്തം ആ കവറിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ. ഇത് തോണ്ടി കഴിക്കേണ്ടി വരും, ഈ ലേഹ്യമൊക്കെ പോലെ. ഇത് കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ്, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. ചെറിയൊരു പുളി, ചെറിയൊരു മധുരം, പിന്നെ ചെറിയ എരിവും ഉണ്ട് കേട്ടോ. ഇതിൽ എരിവൊക്കെ ചേർത്തിട്ടുണ്ട്. വലിയൊരു സംഭവം നടന്നു.
എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇവിടെ പോലീസിൻ്റെ ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയും തൂക്കി നടക്കണ്ടപ്പോഴേ അവിടെ ഒരു പോലീസ് ഓഫീസർ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു സംഭവം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ട് ഒരു 4-5 പേരുണ്ടായിരുന്നു. വേറെ ഒന്നും ചോദിച്ചില്ല കേട്ടോ. ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഈ ചെക്കിംഗ് ഒക്കെ നടക്കുന്ന ടൈമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാനായിട്ട് ചോദിച്ചതാണ്. പിന്നെ വേറെ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചൊന്നുമില്ല. ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ചായ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചായ കുടിക്കില്ല സാർ, ഞാൻ പാൽ കുടിക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ജീപ്പിലിരുന്നൊരു പെപ്സി എടുത്ത് എനിക്ക് തന്നതാണ്. പിന്നെ സ്നാക്സൊക്കെ വാങ്ങിച്ചിരുന്നു. അയ്യോ അടിപൊളിയായിട്ടാണ് ട്രീറ്റ് ചെയ്തത് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. ഇങ്ങനെ ചാനലിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ ഒരു സ്ഥലം പറഞ്ഞു ഇവിടെ കനകംപട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ആ സാറ് പറഞ്ഞ കനകംപട്ടിക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ വന്ന് ബസ് നിർത്തും. ഡിണ്ടിഗൽ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ബസ് നിർത്തും. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് കനകംപട്ടിയിൽ ഇറങ്ങാം. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് സംഭാരം വിതരണം ചെയ്യുന്നുണ്ടോ. അത് കൊടുക്കുന്ന ഗ്ലാസ് കണ്ടില്ല, ഗ്ലാസ് വെച്ചേക്കുന്ന നോക്കി ഈ കമ്പുകളിൽ ഇങ്ങനെ കമത്തി വെച്ചേക്കുവാണേ. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. കണ്ടോ കുപ്പിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് വാങ്ങിക്കാനായിട്ട്. ഇത് ഡെയിലി ഇറുക്കാ? അതെല്ല. ഓ ശരി ശരി ശരി. എല്ലാ വർഷവും ചെയ്വാങ്കേ. ആ അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒഡൻ ഛത്രത്തിൽ ഒരു തൈര് മാർക്കറ്റ് ഉണ്ട്, തൈര് വിൽക്കാനായിട്ടുള്ള ചന്ത. അപ്പോൾ അവിടുന്ന് തൈര് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സംഭാരമാക്കി ഇവിടുന്ന് കലക്കി കൊടുക്കുന്നതാണ്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ ഒരു വെയിൽ ഇത്രയും പീക്കായിരിക്കുന്ന ടൈമിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നിരവധി പേരെ കാണാം നമുക്കിത് വാങ്ങിക്കാനായിട്ട് വന്നു നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അന്നദാനമൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചേട്ടൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ആ സംഭാരം മസാല. സംഭാരം എന്ന് പറയും. ഞാൻ പിന്നെ അത് പാല് കുടിക്കില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തത്. അപ്പോൾ ഛത്രപ്പട്ടിയിൽ നിന്ന് കനകംപട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കനക്കംപട്ടി എന്നാണ് ബോർഡിൽ കണ്ടത്. അപ്പോൾ ഛത്രപ്പട്ടിയിൽ നിന്ന് ബസ്സിലാണ് പോകുന്നത്. പഴനി പോകുന്ന ഏത് ബസ്സിൽ കയറിയാലും നമുക്ക് ഈ ഛത്രപ്പട്ടിയിൽ ഇറങ്ങാം, അല്ല കനക്കംപട്ടിയിൽ ഇറങ്ങാം. ഇത് മെയിൻ ഹൈവേ തന്നെയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ഛത്രപ്പട്ടിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് കേട്ടോ. നേരെ പോയാൽ പഴനി. ഇവിടുന്ന് ഇത് നമ്മൾ ഈ ലെഫ്റ്റ് എടുത്ത് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. എന്നാലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും ബസ് റൂട്ടാണ്. പഴനിയിൽ നിന്നൊക്കെ വരുന്ന ബസ് ഇതിൽ നമ്മളീ പോകുന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ പറയാം. നമ്മളൊരു സമാധി കാണാനായിട്ടാണ് പോണത്. അതാണ് ഇവിടുത്തെ ഈ കനകംപട്ടിയുടെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. ഒരു ആശ്രമമാണ്. നിരവധി പേര് ഈ വാഹനങ്ങളെല്ലാം അവിടേക്ക് പോകുന്നതാണ്. ഇത് കണ്ടില്ലേ. എന്തായാലും നടന്നു 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 20 ഉള്ളൂ. പക്ഷെ നടന്നു പോയാലും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടങ്ങ് പോകാമല്ലോ. മുന്നിൽ നോക്കേ വലിയ മലനിരകൾ കാണാം. അതൊക്കെ നാടൻ വഴികളാണ്. ഈ കൃഷിയിടങ്ങളിലൊക്കെ പോകുന്ന വഴിയാണ്. വാഹനത്തിൽ പോയാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ മിസ്സാവും. ഇത് കണ്ടില്ലേ, പഴയ ഒരു കോവിൽ. അതിൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ അടന്നു പോയിട്ട്, പ്ലാസ്റ്ററിങ് മാത്രമല്ല കണ്ട അതിൻ്റെ ഭിത്തി വരെ പോയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. വളരെ പഴക്കം ചെന്നൊരു ചെറിയൊരു കോവിലാണ്. പക്ഷേ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു വിഗ്രഹമല്ല, ഒരു കല്ല് കാണാം. അതിലിങ്ങനെ പട്ട് തുണി ചാർത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു മരം കാണാം മുന്നിലായിട്ട്. ഇത് കണ്ടില്ല, നട കണ്ടില്ല, അതൊക്കെ കല്ലിൽ ചെയ്തേക്കുന്നതായിരുന്നു. ഇവിടെ കല്ലിൽ കൊത്തിയേക്കുന്ന കുറേ വിഗ്രഹങ്ങളൊക്കെ കാണാം. അതിൻ്റെ പിന്നിൽ നോക്കി വലിയ മലനിരകൾ, അതുപോലെ പാടശേഖരങ്ങളാണ്. ചോളം വിളവെടുത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്ത്ത് കഴിഞ്ഞ ശേഷം കച്ചി എടുത്തിട്ട് ഇങ്ങനെ കറ്റ കെട്ടി വയ്ക്കില്ല. പണ്ട് കറ്റ കെട്ടി വയ്ക്കുമായിരുന്നു. ഇപ്പം ട്രാക്ടറിലൊരു പ്രത്യേക മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത് വലിയൊരു ചോളപ്പാടമാണ്, വിളവെടുപ്പ് കഴിഞ്ഞ ചോളപ്പാടം. അവിടെ നിന്ന് ഈ ചോളത്തണ്ടുകൾ റോൾ ചെയ്ത് വെച്ചേക്കുന്ന നോക്കിയേ. എന്തായാലും നടന്നു പോയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ. നല്ല വെയിലാണ്. അപ്പം ദേ വഴിക്കുന്ന് ഓട്ടോ പിടിച്ചേ. ഇവിടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ കണ്ടില്ലേ പൊടി. ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ ഉണ്ടോ. എന്നാ വലിയ പാർക്കിംഗ് നോക്കി, എന്തോരം വാഹനങ്ങളാണ് കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിലേക്ക് ഉപരി ഒരു സമാധിയാണ്. ഇവിടെ ഈ കനകംപട്ടി സിദ്ധർ എന്നറിയപ്പെടുന്ന ഒരു സിദ്ധർ ജീവിച്ചിരുന്നു. ആ സിദ്ധറിൻ്റെ സമാധിയാണ്.
ഇവിടെ പ്രത്യേകമായിട്ടുള്ള കേട്ടോ. പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്. എന്നാ തിരക്കാൻ നോക്കി. അപ്പോൾ പഴനിയിൽ വരുന്നവർ ഇവിടെയും വരും കേട്ടോ. പഴനിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് സിദ്ധർ ഇരുന്ന സ്ഥലം. ഒരു വീട് നമുക്കിവിടെ കാണാം. ജനിച്ച വീടല്ല, അതിൻ്റെ അകത്തൊക്കെ എല്ലാവരും കയറുന്നൊക്കെ ഉണ്ട്. ഇവിടെ സിദ്ധരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു മരത്തിൽ നിറയെ ഇങ്ങനെ തുണികൾ കെട്ടിയിട്ടേക്കുന്നത്. പച്ച കളറിലുള്ളതാണ്. കാരണം ആ സിദ്ധർ ഈ കളറിലുള്ള വസ്ത്രമല്ല ധരിച്ചുകൊണ്ടിരുന്നത്. ഓരോ നേർച്ചകൾ ചെയ്തേക്കുന്നതാണ്. ഈ മരത്തിൽ നിരവധി നമുക്ക് കാണാം. അതുപോലെ മഞ്ഞളൊക്കെ ഇങ്ങനെ ചരടിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് ഇവിടെ വരുന്നവർ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ കല്ലുകളൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ, ഒന്നിനു മേളിലൊന്നായിട്ട്, വീടുകളൊക്കെ പണിയാനായിട്ട് ഭാഗ്യം ലഭിക്കാൻ. എല്ലാം നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നതാണ്. ഈ മരം നിറയെ അതെ. അതാ കൂടുതലും ആ പച്ച തുണിയാണേ. അതിൻ്റെയൊക്കെ ചുറ്റും നിരവധി പേരാണ് വന്ന് പ്രാർത്ഥിക്കുന്നതും നേർച്ച അർപ്പിക്കുന്നതും ഒക്കെ കാണാം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെയൊക്കെ ചെരുപ്പുകൾ സൂക്ഷിക്കാനായിട്ടുള്ള റാക്കുകളാണ് കേട്ടോ. ചെരുപ്പുകളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ ആ സിദ്ധരുടെ ചിത്രങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഈ ഒരു വേഷത്തിലാണ് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. കണ്ടില്ല, ഒരു പച്ച മുണ്ടും ഒരു പുതപ്പൊക്കെ അണിഞ്ഞ രീതിയിൽ തലപ്പാകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മ, ഇവിടെ വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ഒരു പ്രത്യേക മൂഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ശവസംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കുമ്പം ചന്ദനത്തിരികളൊക്കെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കില്ലേ, അതിൻ്റെ ഒരു രൂക്ഷമായ ഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറണം. ഇത് പ്രദേശം മൊത്തം ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. നോക്കി എന്ത് തിരക്കാന്ന് നോക്കി. ഇവിടെ വരുന്നവരിങ്ങനെ കത്തിച്ച് വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ വിളക്ക് കണ്ടില്ലേ, ഇങ്ങനെ ചിരാതുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രതിമാസം വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ പ്രത്യേക പൂജയൊക്കെ നടക്കും. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര ജനത്തിരക്കായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം. ഇതുകൊണ്ടില്ല, ഇങ്ങനത്തെയുള്ള ക്യൂ നിൽക്കാനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഉണ്ടോ, ആ ഒരു വശത്തൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എത്ര ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നൊരു സ്ഥലമാണല്ലേ ഇതൊക്കെ. ഇപ്പോൾ ഒന്നും ഇതിൻ്റെ ആളില്ല. അപ്പം ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്ക് വരുന്നത് കേട്ടോ. അതായത് ഈ പഴനിമലയിൽ വരുന്ന ഈ ആശ്രമത്തെക്കുറിച്ച് അറിയാവുന്നവർ ഇവിടെ ഈ ആശ്രമം സന്ദർശിക്കാനായിട്ട് ഇവിടെ വരും. ഇവിടെ എല്ലാ ദിവസങ്ങളിലും 3 നേരം അന്നദാനം നടത്തും കണ്ടോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള വലിയ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നുണ്ടല്ലേ. ഈ ഒരു സമയത്ത് ഇവിടെ ഭക്ഷണ വിതരണമൊക്കെ നടക്കുന്നുണ്ട്. ആ, അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പെർമിഷൻ വേണം. പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ട് എടുത്ത വിഷ്വൽസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് ആ സ്വാമിയുടെ സമാധിയാണ്. അപ്പോൾ സമാധിയിൽ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പേര് പൂജയിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വാമി ജനിച്ച വർഷമൊന്നും കൃത്യമായിട്ട് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. സമാധി ആയത് 2014 മാർച്ച് മാസം. അതുപോലെ തന്നെ കടക്കംപള്ളി സിദ്ധർ സ്വാമീനെ വിളിച്ചിരുന്നത് അഴുക്കുമൂട്ടെ സ്വാമി എന്നായിരുന്നു. അതായത് ആ സ്വാമി മൊത്തം സമയങ്ങളിൽ ഇങ്ങനെ അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ചിട്ടായിരുന്നു നടന്നിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ. അതുകൊണ്ടാണ് ആ ഒരു പേരിൽ വിളിച്ചിരുന്നത്. ആ സ്വാമിക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഒരുപാട് ഭക്തരൊക്കെ വരുമായിരുന്നു ഇങ്ങനെ അനുഗ്രഹം തേടാനും പിന്നെ ഈ രോഗശാന്തിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ സ്പർശനം കൊണ്ട് രോഗശാന്തിയൊക്കെ സംഭവിക്കുന്നതൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് ഇവിടെയുള്ളവരൊക്കെ. അതുപോലെ തന്നെ അവിടെ കാണുന്ന ഒരു ആശ്രമ സമാധിയൊക്കെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കനക്കംപട്ടി ഓം സർഗുരു പളനിസ്വാമികൾ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും സമാധി മണ്ഡപമാണുള്ളത്. സമാധി മണ്ഡപത്തിൻ്റെ അകത്ത് സമാധി കാണാം. ജീവസമാധി എന്നാണ് ആ സമാധി അറിയപ്പെടുന്നത്. അവിടെ പ്രത്യേകം പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമാധി മണ്ഡപത്തിനോട് ചേർന്ന് ആ സിദ്ധർ ഉപയോഗിച്ചിരുന്ന
ഒരു സിംഹാസനം കാണാം കേട്ടോ. അതിങ്ങനെ അവിടെ വരുന്നവർക്ക് കാണാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ആ സിംഹാസനത്തിനോട് ചേർന്ന് ആ സിദ്ധർ ഉപയോഗിച്ചിരുന്നൊരു കാറ് അതവിടെ മൂടിയിട്ടേക്കണ കാണാം നമുക്ക്. പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. അത് ദിവസത്തിൽ 3 നേരം നടത്തുന്നുണ്ട്. അപ്പോൾ എത്ര പേര് വന്നു കഴിഞ്ഞാലും അന്നദാനം കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഗോശാലയുണ്ട്, പക്ഷേ അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മൂർത്തി. ഞാൻ ആദ്യം തമിഴിലാണ് സംസാരിച്ചത്, പക്ഷേ മലയാളിയാ അല്ലേ? ഇടുക്കിയിലാ? ഇടുക്കി. ഞാൻ തമിഴാണ്. താമസ സ്ഥലം വീടൊക്കെ ഇനി അവിടെ ഇടുക്കി നെടുങ്കണ്ടം. നെടുങ്കണ്ടത്ത്. ഇടുക്കി ഡിസ്ട്രിക്ട് നെടുങ്കണ്ടം. ഇപ്പൊ അമ്മയൊക്കെ അവിടെ ഉണ്ട്, കാട്ടിലുണ്ട്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഞാനും പെണ്ണ് പിള്ളേര്. ഇവിടെ കട നടത്തുക അല്ലേ? ചുമ്മാ കട സമയം പോക്കിന് സംഭാരം. ഓക്കെ. അപ്പോഴേ ഈ സ്വാമിനെ കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. സിദ്ധറുടെ കുറെ ഫോട്ടോസ് ഇവിടെ കാണാറുണ്ട്. ഇതിപ്പോ അവിടെ ഉള്ള സ്ഥലത്തില്ല, അവിടെ ആൾക്കാർ നോക്കുന്നതാണ്. ആശ്രമത്തിലല്ലേ? അപ്പം ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ശരി ശരി. ഇതിലേക്ക് വരുവാർന്നോ? ഇതിലെ വരും, ഇവിടം വരെ വരും പുള്ളി. ഈ റോഡിൽ തന്നെ നടന്നോണ്ടിരിക്കുന്ന പുള്ളിയെ നോക്കാനൊന്നും ആളൊന്നും ആരും ഇല്ല. അയാളെ ഇങ്ങനെ വസ്ത്രമൊക്കെ ഭയങ്കര അഴുക്കാർന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് മേറ്റിലൊക്കെ കുളിക്കുകയൊന്നുമില്ല. കുളിച്ചില്ലേലും അങ്ങനെ ചീറ്റ മണങ്ങളൊക്കെ ഒന്നും ഇല്ല. പുള്ളിയുടെ ഇതിലൊരു പുള്ളി പറഞ്ഞ ഒരു വാക്ക് നടക്കും. അതെല്ലേ? തെറിയേ പറയുള്ളൂ കൂടുതൽ. അതെയോ? വിളിക്കും ആൾക്കാരെ? തെറി പറയും, തെറിയേ പറയുള്ളൂ. തെറി പറയുമ്പോൾ നല്ല വാക്കാണ് ചോദിക്കുന്നവർക്ക്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ നോക്കാം, ഒത്തിരി ജനം. നാളെയൊക്കെ നിൽക്കാൻ സ്ഥലമില്ല, അത്ര ഉണ്ട് പുള്ളിക്ക്. എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെന്നൊക്കെ പറയുമ്പോൾ നല്ല മുതുവാമാരെന്നൊക്കെ ഒന്ന് പറയാല്ലേ, ആദിവാസി എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു താഴ്ത്തപ്പെട്ട ജാതിയാണ് അത്. ശരി. ഇവിടെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ? ഉണ്ട് വരുന്നു. അവരൊക്കെ ഇടയ്ക്കൊക്കെ വരും. ഒത്തിരി പേര് വരുന്നുണ്ട്. മമ്മൂട്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഷൂട്ടിങ്ങിലൊക്കെ പുള്ളി പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. മമ്മൂട്ടി പോയിട്ടുണ്ട്. ഇതിൽ ഒത്തിരി ഫോട്ടോകളുണ്ട്. ഈ സമാധി പ്രായമായിട്ട് അല്ല, ഈ പ്രായത്തിൽ തന്നെ പുള്ളി മരിച്ചതാണ്. അസുഖം വന്നിട്ടാണോ? അസുഖം എന്ന് പറഞ്ഞാൽ കാലൊക്കെ ഇച്ചിരി പൊട്ടി ഒരുമാതിരി ആയിപ്പോയി. പ്രഷർ ശർക്കരയൊക്കെ കൂടി അങ്ങനെ. പുള്ളിയുടെ താമസമുള്ള സ്ഥലങ്ങളാണ് ഇത്. ഇത് ഇട്ടോണ്ടേ നടക്കുള്ളൂ. പുള്ളിയുടെ പേര് വന്ന് മൂട്ടസ്വാമി എന്ന് പറയും. അഴുക്ക് ഈ മൂട്ടയെല്ലാം അഴുക്കുള്ള പുതപ്പുകളാണ് ഇതൊക്കെ. അഴുക്കിട്ടോണ്ട് നടക്കുമ്പോൾ പുള്ളിയുടെ പേര് മൂട്ടസ്വാമി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. സിദ്ധർ എന്ന് പറയും, മൂട്ടസ്വാമി. പുള്ളി പറയുന്ന ഒത്തിരി വാക്കുകൾ ഒത്തിരി പേര് നിറവേറുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ഈ പഴനിയിലൊക്കെ വരുന്നോട് വരൂല്ലേ? പളനിയിലൊക്കെ വരുന്നവരൊക്കെ ഇതില് എല്ലാം അവിടെ പോയിട്ടേ പോകണം. പളനിയെ കാട്ടിൽ ഇവിടെ ഫുൾ തിരക്കാണ്. വിശേഷ ദിവസം അമാവാസ പൗർണിമ എന്ന് പറയും, ശിവരാത്രി എന്ന് പറയും. നമ്മുടെ കേരളമൊക്കെ ശിവരാത്രി എന്ന് പറയും. ആ സമയത്തിലൊക്കെ ഫുൾ തിരക്കായിരിക്കും ഇവിടെ. പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് അത്ഭുത പ്രവർത്തികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല, മറ്റവര് ഈ തെറിയൊക്കെ നമ്മൾ ചെയ്തു പോയ കാര്യം പുള്ളി നേരിട്ട് പറയും. നമ്മൾ എന്നിവിടെ തെറ്റ് ചെയ്തിട്ട് പോയാൽ പുള്ളി വായിൽ പറയും. അതാണ് ഒരു വിശ്വാസം ജനത്തിന്. ആർക്കും ശല്യമൊന്നുമില്ല, തെറി കൂടുതൽ പറയും. അത് അറിയാത്തവർക്ക് എന്ത് പറയും, ഈ പുള്ളി തെറി പറയാന്ന് പറഞ്ഞ് കുറച്ച് പേര് നോക്കുകയല്ല. ഇപ്പോൾ പുള്ളി മരിച്ച പിന്നെ ഭയങ്കര ഡെവലപ്പായി. വീട് ഇവിടെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ റൈറ്റ് സൈഡിൽ വീടും കാണാം. ആദ്യം പുള്ളി ഉള്ള കാലത്തിൽ അങ്ങനെ ഒന്നും കൂടുതൽ തിരക്കില്ല. ഈ സമാധി ആയ പിന്നെയാണ് ഇതിന്റെ കൂടുതലായി സ്ഥലങ്ങളൊക്കെ. ജീവിച്ചിരുന്ന സമയത്തൊക്കെ ആളുകൾ വരുന്നതൊക്കെ ചുമ്മാ വരും പോകും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത്ര തിരക്കില്ലായിരുന്നു. ഇല്ല, എല്ലാ നടന്മാരും ഇവിടെ വരും. അപ്പോഴാ സിദ്ധർ ജനിച്ചു വളർന്ന വീട് ഇവിടെയാണ്, കനകംപട്ടി. ഈ ടൗണിൽ തന്നെയാണ്. ഇത് കണ്ടില്ലേ ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നത്? ഇവിടെയാണ്. ഇതൊരു ആശ്രമം പോലെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു ആശ്രമത്തിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരു വീട് കാണാം. അപ്പോൾ ആ സിദ്ധർ ജനിച്ചു വളർന്ന വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ 2 മുറികളായിട്ടാണ്. അപ്പോൾ അകത്തെ മുറിയിൽ ആ സിദ്ധറുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്, അവിടെ വിളക്കുകളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ലൈവായിട്ട് ഇങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന പോലെയുള്ള പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലഡു പ്രസാദമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ആ സിദ്ധർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ കാണാം. കട്ടിലൊരു വടിയുണ്ട്, കുത്തിപ്പിടിച്ച് നടന്നിരുന്ന വടിയും തലപ്പാവൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ധരുടെ വീടിന് സമീപമായിട്ട് ഒരു ധ്യാന മണ്ഡപമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വിഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ധ്യാനിക്കാനൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ നമുക്ക് അകത്ത് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ ഒഡ്ഡൻചിത്രം തങ്കച്ചിയമ്മൻപട്ടി ഗ്രാമത്തിൽ വിളയുന്ന ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും ഈ ഒരു ഗ്രാമങ്ങളിലും വിളയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് പേരയാണ്. ഇത് കണ്ടല്ലേ, നല്ല അടിപൊളി പേരയ്ക്ക, വലിയൊരു പേരത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വിളയുന്ന പേരയ്ക്ക വിൽക്കുന്നത് പളനിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ആയക്കുടി പേരയ്ക്ക മാർക്കറ്റിൽ നിന്നാണ്. അവിടെ നമ്മൾ വീഡിയോ ചെയ്തതാണ് കുറച്ച് നാൾക്ക് മുമ്പ്. വലിയ മാർക്കറ്റാണ്, പ്രധാനമായിട്ടും പേരയ്ക്ക വിറ്റഴിക്കാനുള്ള മാർക്കറ്റ്. പിന്നെ ഇവിടെ വിളയുന്ന പച്ചക്കറികൾ ഒഡ്ഡൻചിത്രം മാർക്കറ്റ് വഴിയാണ് വിൽക്കുന്നത് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇവിടുന്ന് വന്ന് എടുത്തോണ്ട് പോകും അല്ലേ? വേറെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. അപ്പം അണ്ണ ഞാൻ തിരിക്കുവാണ്. ഇപ്പം നേരം ഒരുപാട് വൈകി. ഇനി പഴനി ചെല്ലാം. ഇവിടുന്ന് ബസ് കിട്ടും അല്ലേ? ബസ് തീർത്തില്ല, ഹൈവേ അവിടെ അപ്പുറം പോകണം അല്ലേ ബസ് സ്റ്റോപ്പിൽ? ഇല്ല കുഴപ്പമില്ല, ഞാൻ പോക്കാം. അതേ ബസ് വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് മൊത്തം കറങ്ങി നടന്ന് നേരം ഒരുപാടായിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് തിരിച്ചു മടങ്ങുവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം.